എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് ചെറിയൊരു പാലസ് കാണാൻ പോയല്ലോ. കണ്ടു നോക്കുക ഫ്രീ ടൈം ആണെങ്കിൽ. കാരണം നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇന്ന് വാങ്ങാൻ കഴിയില്ലെങ്കിലും കണ്ട് കണ്ട് നല്ലൊരു കാര്യങ്ങളൊക്കെ ഒത്തു വന്നു കഴിഞ്ഞാൽ, നല്ലപോലെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയൊരു വീട്, ഓക്കെ, എന്നാൽ അകത്ത് ചെല്ലുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ട്, വേറെ ലെവലാട്ടാ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ളത് ഒരു അഭിപ്രായം പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. വീടിൻ്റെ ഫ്രണ്ടേജൊക്കെ ലാവിഷായിട്ടുള്ള സ്പേസ് ഉണ്ട്. നമ്മളെ പൂമുഖം നോക്കുകയാണെങ്കിൽ ചാരുപടിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വലിയ മുറ്റം മുഴുവനും ബ്രിക്ക് വിരിച്ചിട്ടുണ്ടെങ്കിലും നല്ല ഗാർഡനും റംബൂട്ടാനും അടക്കം കുടംപുളിയും മറ്റു ചെടികളും മരങ്ങളൊക്കെ ലാവിഷായിട്ട് വീണ്ടും ചുറ്റുണ്ട്. സിറ്റ് ഔട്ടിലുള്ള മരപ്പണികളൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിന്ന് കൂട്ടാം, അത്രയും നന്നായിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് മെയിൻ ഡോറ് കടന്നിട്ട് അകത്തേക്കുള്ളൊരു വ്യൂ ഉണ്ട്. രക്ഷയില്ല. നമ്മൾ ശരിക്കും ഫസ്റ്റ് ഈ വീടിൻ്റെ അകത്ത് ചെന്നപ്പോൾ ആ ലൈറ്റും ആ സ്റ്റെപ്പും അവിടുത്തെ ഡിസൈനുകളൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ടൈറ്റാനിക് സിനിമയിലത്തെ ഏതൊക്കെയോ സീനുകൾ ഓർമ്മ വന്നു. അത്രയും റിച്ച് ആൻഡ് ട്രഡീഷണൽ ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ് ചെയ്തിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ. വലിയ ലിവിങ് ഡൈനിങ് ഏരിയകളൊക്കെ കണ്ട് കുറച്ച് നേരം അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി ഓരോ ഭാഗവും അത്രയും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്രയും രസമായിട്ടുണ്ട്. പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ് അവിടെ ചെന്നപ്പോൾ കിട്ടിയത്. അങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു വന്ന സമയത്ത് നോക്കുമ്പോൾ അവിടുത്തെ കൈ എഴുകുന്ന സ്ഥലം പോലും അത്രയും ഫിനിഷിങ്ങിലും അത്രയും റിച്ചാക്കി എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ കടന്നു വന്നത് നമ്മുടെ അടുക്കളയിലേക്കാണ്. അടുക്കള അതിഗംഭീരം, വെൽ ഫിനിഷിംഗ് ആയിട്ടുള്ള മരപ്പണികളൊക്കെ ചെയ്തിട്ടുള്ള കബോർഡ് വർക്കുകൾ, ഗ്ലാസ് ഫ്രെയിംസ്, എല്ലാം കൊണ്ടും നമുക്ക് അടുക്കളയിലൊന്നും ചെയ്യാൻ തോന്നില്ല, പണിയെടുക്കാൻ തോന്നില്ല. കാരണം അത്രയും ഭംഗിയിലും വൃത്തിയിലാണ് ഓരോ ഭാഗം ചെയ്തിരിക്കുന്നത്. അങ്ങനെ അടുക്കളയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ജസ്റ്റ് തൊട്ടടുത്തുള്ള വർക്ക് ഏരിയയിലേക്ക് ഒന്ന് കടന്നു നോക്കി. അവിടെ വലിയ ഉരുളി അടക്കം വയ്ക്കാവുന്ന അത്രയും വലുപ്പത്തിലുള്ള വലിയൊരു ഫ്രിഡ്ജ്, അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ അവിടെ. പാത്രങ്ങൾ കഴുകാനും അതുപോലെ തന്നെ ചുമരൊക്കെ നല്ല വൈറ്റ് വാൾ ടൈൽ ചെയ്ത് നല്ല പ്ലസൻ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കോമൺ വാഷ്റൂം ഉണ്ട്. തൊട്ടടുത്തായിട്ട് വീട്ടിലെ ജോലിക്ക് ഹെൽപ്പ് ചെയ്യാൻ വരുന്നവർക്ക് താമസിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. ഇതൊക്കെ കണ്ട് കുറച്ച് കിളി പോയിട്ടൊന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവിടെ ചുറ്റും ഇഷ്ടംപോലെ മരങ്ങൾ, മാവ്, തെങ്ങ്, വാഴയും, അങ്ങനെ അതിൻ്റെ ഇടയിലായിട്ട് നല്ലൊരു കിണർ, നല്ല വെള്ളം. അങ്ങനെ അത് കണ്ട് നമ്മൾ നേരെ വീടിൻ്റെ അകത്തേക്ക് വീണ്ടും ഒന്ന് കയറി മുകളിൽ കയറി നോക്കി നോക്കാം. ഇവിടെ പകുതിയിലും സ്റ്റെപ്പുകൾ വുഡൻ സ്റ്റെപ്പാണ്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് മരം കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അവിടെ നേരം ഇങ്ങോട്ട് കടന്നു നോക്കുമ്പോൾ നമ്മളുടെ ഫ്ലോറിങ്ങിൻ്റെ ഇത് ഒന്ന് മാറുന്നുണ്ട്. ഇവിടെ കുറച്ച് ഗ്രാനൈറ്റും, അതിപ്പോൾ പറഞ്ഞു വരുമ്പോൾ വീട് മൊത്തം നല്ല ഗ്രാനൈറ്റും മാർബിളും കൊണ്ട് വിസ്മയാക്കി തീർത്തിട്ടുണ്ട്. അത്രയും ഗംഭീരമായിട്ടുണ്ട്. അപ്പർ ലിവിങ് ഏരിയ കുറച്ചും കൂടിയും ഒരു മോഡേൺ ടച്ചാണ് കൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. കാശ് നല്ലപോലെ പൊട്ടിച്ചിട്ടുണ്ട് എന്തായാലും. ഇവിടെ മൊത്തം 5 ബെഡ്റൂമാണ് ഉള്ളത്. താഴെ 3ഉം മുകളിൽ 2ആയിട്ട്. അതിലേറ്റവും ചെറിയ ബെഡ്റൂമാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പം അത്രയും ബെസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബെഡ്റൂംസാണ് അവിടെ ഉള്ളത്. നല്ലൊരു ബാൽക്കണി ഉണ്ട്. ഇനി ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരിൽ മെയിൻ റോഡിന് തൊട്ടടുത്ത് നല്ലൊരു ബെസ്റ്റ് സ്ട്രീറ്റിലാണ് വരുന്നത്. 15 സെൻറ്റിൽ 3600 സ്ക്വയർ ഫീറ്റിൽ കുറച്ച് വർഷം മാത്രം പഴക്കമുള്ള ഈ ബെസ്റ്റ് ക്ലാസ് പ്രോപ്പർട്ടിക്ക് ടോട്ടൽ ഫർണിച്ചർ അടക്കം ചോദിക്കുന്ന വില 1,75,00,000 രൂപയാണ്. തീർച്ചയായും ഒരു കച്ചവടമാകുമ്പോൾ വിലയിൽ മാറ്റം വരും. നേരത്തെ പറഞ്ഞ പോലെ ചെറുതും വലുതായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും എല്ലാവർക്കും നടക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു.